കൂൺപുരയില്ലാത്തവർക്കും കൂൺ കൃഷി ചെയ്യാം. വീട്ടുമുറ്റത്ത് ഒരു മരത്തണലിൽ നമുക്ക് കൂൺ കൃഷി ചെയ്യാം. മരത്തണലിൽ കൂൺ കൃഷി എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നത്. മരത്തണലിൽ കൂൺ കൃഷി ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചും ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ മരത്തണലിൽ കൂൺ കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. അത് വിളവ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. എങ്ങനെയാണ് അത് വിളവ് വർദ്ധിക്കുന്നത്? അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് കൃഷിയാണ്, ചിലവ് കുറഞ്ഞ ഒരു കൃഷി രീതിയാണ്. അതിന് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി ചിലവ് താരതമ്യേന കുറയുന്നത്, ഇതേക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതോടൊപ്പം പാൽക്കൂൺ കൃഷിയിൽ കേസിങ്ങിനെ കുറിച്ച് പലർക്കും സംശയമുണ്ട്. പലരും എന്നോട് പല പ്രാവശ്യമായി കേസിങ് ഇടുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. കേസിങ് വളരെ ശ്രദ്ധാപൂർവം ഇടേണ്ട കാര്യമാണ്. അവിടെ എങ്ങനെയായിരിക്കണം, ഏത് അളവിലായിരിക്കണം കേസിങ് ഇടേണ്ടത് എന്നേക്കുറിച്ചും ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. കൂൺപുര തയ്യാറാക്കി വിപണനം ചെയ്യുന്ന കൂൺ കൂടുകൾ 2 തരത്തിലാണ്. ഒന്ന്, 4 തട്ടുകളുള്ള 4 ബെഡുകൾ അതിനകത്ത് വെച്ച് വളർത്താൻ കഴിയുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കൂൺകൂടുകളും 2 ബെഡുകൾ ഉള്ളിലേക്ക് വെച്ച് വളർത്താൻ കഴിയുന്ന കൂൺകൂടുകളുമാണ് കൂൺപുര തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കൂൺകൂടുകൾക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട്. വർഷത്തിൽ എല്ലാ സമയത്തും ഈ കൂൺകൂടുകളിൽ കൂൺ കൃഷി ചെയ്യാവുന്നതാണ്. കാരണം മഴക്കാലത്ത് മഴയെ പ്രതിരോധിക്കാൻ അതിനകത്ത് ട്രെയിൻ കാർഡുണ്ട്. ആ കൂൺപുര അതിന് കൃത്യമായി മഴയെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെയിലുള്ള സമയങ്ങളിൽ ഷെയ്ഡ് അടിക്കാതിരിക്കാൻ സൺ ബാക്ക് അതിനകത്ത് സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് ആ സൺ ബാക്കിൻ്റെ ഒരു സഹായം, ഒരു ഷെയ്ഡ് അവിടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം കൂൺപുര തയ്യാറാക്കി വിപണനം നടത്തുന്ന കൂൺകൂടുകൾ പോളി വൈറ്റ് നെറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ലോങ് ലൈഫുണ്ട്. അത് പെട്ടെന്ന് കേടാകുന്നില്ല. അത് പെട്ടെന്ന് ചീത്തയായിപ്പോയി കേടായി പോവാത്ത ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നാൾ ഈ കൂൺകൂടുകൾ ഉപയോഗിക്കാം. അതിനനുസൃതമായാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. മരത്തണലുകളെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന റംബുട്ടാൻ, മാവ്, പേര, പുളിച്ചി, അങ്ങനെയുള്ള ഏത് മരത്തണലുകളിലും നമുക്ക് കൂൺ കൃഷി ചെയ്യാം. വേൾഡ് മുഴുവനും കാത്തിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ പോലെ ഈ വീഡിയോയിൽ കാണുന്ന കൂൺ കൃഷിയിലെ ഒരു വിസ്മയ മോഡലാണ് മരത്തണലിൽ കൂൺ കൃഷി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ആൻഡ് ഹൈപ്പ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ചാനൽ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ മെമ്പർഷിപ്പ് ആകാവുന്നതാണ്. കൂൺപുരയിൽ കൂൺ കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഇവിടെ നമുക്ക് കൂൺപുര സ്വന്തം ലാബിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന സ്പോണ്, വിവിധ വർക്കത്തിൽപ്പെട്ട സ്പോണുകൾ, നമുക്കറിയാം പാൽക്കൂണ്, ചിപ്പിക്കൂണ്, എല്ലാ ഇനം സ്പോണുകളും ഇവിടെ നമുക്ക് വിപണനത്തിലുണ്ട്. അതോടൊപ്പം കൂൺ കൃഷിക്ക് ആവശ്യമായ മാധ്യമം, വൈക്കോലാട്ട്, മഷ് പെല്ലറ്റ്, അതോടൊപ്പം തന്നെ ബെഡ് മാറ്റ് എല്ലാം നമുക്കിവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അത് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ, ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയായിരുന്നാലും അവിടേക്ക് ഇത് കൊറിയർ സർവീസ് വഴി എത്തിച്ചു തരുന്നതാണ്. നമ്മൾ കൃഷി ചെയ്യുന്നത് പാൽക്കൂണാണ്. നമ്മൾ ഇന്ന് ഈ കൂണിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ പാൽക്കൂൺ കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് പാൽക്കൂൺ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മഷ് പെല്ലറ്റിലാണ് നമ്മൾ കൂൺ കൃഷി ചെയ്യണത്. ഇവിടെ നമ്മൾ പോഷിച്ച മഷ് പെല്ലറ്റ് കൂൺപുരയിലുണ്ട്. അത് നമുക്ക് വാങ്ങി നന്നായിട്ട് വിളവ് തരുന്ന കൂൺപുര സ്വന്തം ലാബിൽ ഉൽപ്പാദിപ്പിച്ച കൂൺ വിത്തുകളുണ്ട്. പാൽക്കൂണിൻ്റെ വിത്തുകളുണ്ട്. പാൽക്കൂണിൽ തന്നെ നമുക്ക് പല വെറൈറ്റികളുണ്ട്. ഇവിടെ നമുക്ക് ഈ വെറൈറ്റികൾ വലിപ്പമുള്ള, നല്ല ഭീമമായിട്ടുള്ള വലിപ്പമുള്ള കാലോസബി വർക്കത്തിൽപ്പെട്ട പാൽക്കൂണുകൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള കൂണുകളും അതുപോലെ തന്നെ ചെറു വലിപ്പത്തിലുള്ള ബട്ടൺ മഷ്റൂമിന് പകരം വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറു വലിപ്പത്തിലുള്ള പാൽക്കൂണുകളുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ വലിപ്പത്തിലുള്ള കൂണുകളുമുണ്ട്. അതോടൊപ്പം നമുക്ക് തണ്ടുകൾ വളരെ നീണ്ട് കുട ചെറുതായിട്ടുള്ള വെറൈറ്റി കൂണുകളുണ്ട്. അങ്ങനെ ഏകദേശം 6ഓളം വെറൈറ്റി ഇന്ന് തന്നെ നമുക്കിപ്പോൾ ഈ കൂൺപുരയിൽ പാൽക്കൂണുകളുടെ വർക്കങ്ങളുണ്ട്. അങ്ങനെയുള്ള ഏതൊരു വർക്കം ആണെങ്കിലും നമുക്ക് ഈ മരത്തണലുകളിൽ കൂൺ കൃഷി ചെയ്യാം. ഇവിടെ ഒരു പ്രത്യേകത, വർഷത്തിലെ എല്ലാ സമയത്തും നമുക്ക് ഈ കൃഷി ചെയ്യാം. മഴക്കാലത്തും ചൂടുള്ള കാലത്തും
നമുക്ക് പാൽക്കൂൺ കൃഷി ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് നമ്മളിവിടെ നമ്മുടെ കൂടുകളുടെ മുകൾ പരപ്പിൽ നമ്മൾ മഴ നേരിട്ട് അതിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ നമുക്ക് അവിടെ അതിനൊരു സൺ ബാക്ക് നമ്മൾ അതിനൊരു ഷീൽഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ നേരിട്ട് ഈ കൂടുകളിലേക്ക് വരുന്നില്ല. പുറത്ത് നമ്മൾ കൂടുകളിൽ പോളി വൈറ്റ് നെറ്റ് സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ടും അതിനകത്ത് ഈച്ചകളും പ്രാണികളും ഒന്നും കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് നമുക്ക് കൂട് വളർത്താൻ പറ്റുന്നുണ്ട്. വായു സഞ്ചാരം നന്നായിട്ട് കിട്ടുന്ന നെറ്റുകളാണ് ഇതിൻ്റെ കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നമുക്ക് അതിനകത്ത് ആവശ്യത്തിനുള്ള വായു അതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്കറിയാം, കൂണ് ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്ത് കളയുന്നതാണ് ഈ ഫംഗസുകളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അതിന് നല്ല ശുദ്ധവായു അതിൻ്റെ കൃഷിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നാച്ചുറലായിട്ട് നമ്മൾ പ്രകൃതിയിൽ ഈ മരത്തണലുകളിൽ തൂക്കി വളർത്തുമ്പോൾ നന്നായിട്ട് വിളവ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ പുരകൾ കിട്ടുന്നതിനേക്കാളും ഒരല്പക്കൂടി വിളവ് കൂടുതൽ കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് സ്ഥലപരിമിതി ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് കൃഷിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കുള്ള പരിമിതിയിൽ നമുക്ക് എത്ര കുറഞ്ഞ സ്ഥലത്തും നമുക്ക് ഏതൊരു ചുരുങ്ങിയ സ്ഥലങ്ങളിലും നമുക്കിന്ന് കൃഷി ചെയ്യാവുന്നതാണ്. മരത്തണലിൽ കൂൺ കൃഷി. ഇത്തരം പുതുമയായ കൃഷിരീതികൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. പുതിയ കൂൺ ടെക്നോളജി, ഫ്രീ ട്രെയിനിങ്, ബൈബാക്ക് എന്നുള്ള പദ്ധതികളെക്കുറിച്ച് അറിയാനായിട്ട് കൂൺപുര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക്, ഹൈപ്പ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മരത്തണലിൽ കൂട് ഉപയോഗിച്ച് നാം കൃഷി ചെയ്യേണ്ട ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യവും സമയവുമാണിപ്പോൾ. നമുക്കറിയാം, നമ്മുടെ വസന്തകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃഷി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും മുന്തിയ വിളവ് തരുന്ന ഒരു സീസണാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മരത്തണൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ. അങ്ങനെ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ല മഴയുള്ള സമയത്തും നമുക്ക് ഈ മരത്തണലിൽ കൂടുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നന ആവശ്യമില്ല, കൂടുതലായി നമുക്ക് പരിചരണത്തിൻ്റെ ആവശ്യമില്ല, മുന്തിയ വിളവ് തരുന്നതായിട്ട് കാണുന്നുണ്ട്. മരത്തണലിൽ കൃഷി ചെയ്യുമ്പോൾ പ്രകൃതിയിലേക്ക് നേരിട്ട് കൃഷി ആയതുകൊണ്ട് പ്രകൃതിയുടെ ഈ മഴയും മിന്നലും ഇടിയും ഒക്കെ തന്നെ നേരിട്ട് അതിനനുഭവിക്കാൻ പറ്റും. അങ്ങനെ പ്രകൃതിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന വളരെ വലിപ്പത്തിലും ആകർഷണവും തൂക്കവും വെയിറ്റും നിറവുമുള്ളതായി കാണുന്നുണ്ട്. ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റിയ, ഏറ്റവും ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കൂടുകളിൽ കൃഷി. അതും നമ്മൾ നാച്ചുറലായിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ കൃത്യമായി വായു സഞ്ചാരം കിട്ടുന്നുണ്ട്, കൃത്യമായി ഈർപ്പവും വെളിച്ചവും അതിന് തണുപ്പും ചൂടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലേക്ക് തണലുകളിലേക്ക് ഈ കൂടുകൾ കെട്ടുമ്പോൾ അവിടെ മറ്റ് പുരയിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ വിളവ് കിട്ടുന്നതായി കാണുന്നുണ്ട്. മരത്തണലിൽ കൂട് ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ഇവിടെ പ്രകൃതിയിൽ നേരിട്ടാണ് നാം കൂടുകൾ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ ഇടിയും മിന്നലും അതോടൊപ്പം മഴയും ഒക്കെ നേരിട്ട് അതിന് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പ്രകൃതിയുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന അത് വളരെയേറെ വിളവ് തരുന്നതായി കാണുന്നു. ഇവിടെ കൂടുകൾക്കുള്ളിലേക്ക് നാം ബെഡുകൾ കൃഷി ചെയ്യുമ്പോൾ മറ്റ് കീടങ്ങളുടെ ഉപദ്രവം കുറവാണ്. കാരണം ഈ നെറ്റുകൾ നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈച്ചകൾ, പ്രാണികൾ, അതുപോലെ അതുപോലുള്ള ഒരു കീടങ്ങളുടെയും ഉപദ്രവം അതിലേക്ക് സംഭവിക്കുന്നില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൂടുകൾ ആ കാറ്റിൻ്റെ ഓളത്തിനനുസരിച്ച് ചലിക്കുന്നുണ്ട്. രണ്ട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് മറ്റ് പ്രാണികളുടെ സാന്നിധ്യം അവിടെ ഇല്ലാതാകുന്നു. അതോടൊപ്പം തന്നെ ഈ ചലനവും കൂണിൻ്റെ വളർച്ചയെ സഹായകരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നാം പുരകൾക്കുള്ളിൽ നമുക്കറിയാം, വായു സഞ്ചാരമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ പല പുരകളിലും കർഷകർ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ അതല്ല, ഇവിടെ നാച്ചുറലായിട്ട് വായു സഞ്ചാരം കിട്ടുകയാണ്. ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ചാൽ കിട്ടുന്നതിനേക്കാളും വായു സഞ്ചാരം നമുക്ക് നാച്ചുറലായി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. മരത്തണലിൽ കൃഷി ചെയ്യുമ്പോൾ മഴക്കാലങ്ങളിൽ പൂർണ്ണമായും നമുക്ക് നന ഒഴിവാക്കാം.
ചൂട് സമയങ്ങളിൽ നമ്മൾ കൂൺ കൃഷി ചെയ്യുകയാണ്. നല്ല വെയിലുള്ള സമയത്ത് കൂൺ കൃഷി ചെയ്യുകയാണെങ്കിൽ പാൽക്കൂണാണെങ്കിൽ നമുക്ക് കേസിംഗ് മിക്സ്ചർ ഉണങ്ങുന്നതിനനുസരിച്ച് 2 ദിവസത്തിലൊരിക്കലൊക്കെ നനച്ചാൽ മതി. പക്ഷേ അവിടെ ഈ നന കൊടുക്കുന്നത് നമുക്ക് ചൂടുള്ള സമയങ്ങളിൽ പുറത്തായതുകൊണ്ട് ഷെഡിനുള്ളിലുള്ളതിനേക്കാളും കൂടുതൽ ഉണക്ക് അവിടെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നന വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൊടുക്കണം. മിൽക്കി കൂണിന് പാൽക്കൂണിന് ഇവിടെ കേസിങ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ കൂൺപുര തയ്യാറാക്കി കേസിങ് വിൽപ്പന നടത്തുന്നുണ്ട്. ഈ കൂൺ കേസിങ് ഇതിലേക്ക് ഇടുമ്പോൾ 1 ഇഞ്ച് കനത്തിൽ കൂടുതൽ ഇടരുത്. പലർക്കും കൂൺ കർഷകർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം, കേസിങ് കൂടുതലിടും. കൂടുതൽ കേസിങ് ഇട്ടാൽ ആ മേളിലേക്ക് വളരുന്ന ആ കൂണുകൾ ഉണ്ടാകുന്ന കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ കൃത്യമായി 1 ഇഞ്ച് കനത്തിൽ മതി കേസിങ് ഇട്ട് കൊടുക്കേണ്ടത്. അവിടെ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അതോടൊപ്പം നിങ്ങൾക്ക് കൂൺ കൂടും ഇതൊരു പാക്കേജായിട്ട് നിങ്ങൾക്ക് ഇത് വിപണനം നടത്തുന്നുണ്ട്. നിങ്ങൾ 1000 രൂപ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കൂൺ കൃഷി ചെയ്യാനുള്ള കൂൺ കൂട് ഉൾപ്പെടെ ഒരു പാക്കേജ് കൂൺപുരയിൽ നിന്നുണ്ട്. അത് നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും അവിടേക്ക് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അതോടൊപ്പം കൂൺപുരയിൽ വന്ന് നിങ്ങൾക്ക് കൂൺപുര കണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി നേരിട്ട് ഇത് വാങ്ങാവുന്നതാണ്. കൂൺപുരയിൽ കൂൺ കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഇവിടെ നമുക്ക് കൂൺപുര സ്വന്തം ലാബിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന സ്പോണ്, വിവിധ വർഗത്തിൽപ്പെട്ട സ്പോണുകൾ നമുക്കറിയാം. പാൽക്കൂണ്, ചിപ്പിക്കൂണ്, എല്ലാ ഇനം സ്പോണുകളും ഇവിടെ നമുക്ക് വിപണനത്തിനുണ്ട്. അതോടൊപ്പം കൂൺ കൃഷിക്ക് ആവശ്യമായ മാധ്യമം, വൈക്കോലാട്ട്, മഷ് പെല്ലറ്റ്, അതോടൊപ്പം തന്നെ ബെഡ് മാറ്റ് എല്ലാം നമുക്കിവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അത് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും അവിടേക്ക് ഇത് കൊറിയർ സർവീസ് വഴി എത്തിച്ചു തരുന്നതാണ്.